സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. കാൽവറി മലയിൽ ക്രൂശിൽ മരിച്ചോര്, കാൽവറി മലയിൽ ക്രൂശിൽ മരിച്ചോര് ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. പെറ്റ തള്ളയേക്കാ ഉറ്റം സ്നേഹിക്കുന്ന, പെറ്റ തള്ളയേക്കാ ഉറ്റം സ്നേഹിക്കുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. പെറ്റ തള്ളയേക്കാൾ ഉറ്റു സ്നേഹിക്കും. നമ്മുടെ ദൈവത്തിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളെ അകറ്റുമ്പോൾ അവൻ കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. ആമേൻ. കൂടുതൽ അവൻ നമ്മെ സ്നേഹിക്കും. കാരണം എന്നറിയാമോ, ലോകത്തിൻ്റെ മുമ്പിൽ നിന്റെ തലയെ ഉയർത്തുന്നവനാണ് എൻ്റെ ദൈവം. പുതിയ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. തിരുവെഴുത്ത് പറയുന്നു, കൂട്ടുകാരിൽ അധികമായി ആനന്ദ തൈലം കൊണ്ട് ദൈവം തന്നെ പോഷിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പട്ടണത്തിന്റെ കാവൽക്കാരനായി, പട്ടണത്തിലെ കാവൽക്കാരനാക്കി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവപുരുഷൻ ഉണ്ടെങ്കിൽ, ഒരു ദൈവപുരുഷ ഉണ്ടെങ്കിൽ, പട്ടണത്തെ ദൈവം നിന്റെ കരത്തിലാ തന്നിരിക്കുന്നത്. നീ അറിയാതെ അല്ലെങ്കിൽ പട്ടണത്തിൽ വരുന്ന അനർത്ഥം ദൈവം നിന്നോട് സംസാരിക്കുക. ദൈവം നിന്നോട് വെളിപ്പെടുത്ത്. നീ പ്രാർത്ഥിച്ചാൽ മതി. പട്ടണത്തിലെ അനർത്ഥം മാറാൻ, പട്ടണത്തിലെ ബന്ധനം അഴിയാൻ, പട്ടണത്തിലെ ദേവൻ ഓടാൻ, പട്ടണത്തിലെ ഭൂതം ഓടാൻ, പട്ടണത്തിലെ കുടിയിരിപ്പ് തകരാൻ നീ പ്രാർത്ഥിച്ചാൽ മതി. നിന്റെ കൃപയുടെ വലിപ്പമല്ല, നിന്റെ ഹൈടെക് പവർ അല്ല, നിന്റെ സോൾസിന്റെ വലിപ്പമല്ല, നിന്റെ വിദ്യാഭ്യാസത്തിന്റെ പവർ അല്ല, നിന്റെയും ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ പവർ, ദൈവവും നീയുമായിട്ടുള്ള ബന്ധത്തിന്റെ പവർ. ആ പവറിന് എപ്പോഴും സ്ഥാനമുണ്ട്, ആ പവറിന് എപ്പോഴും സ്ഥാനമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവയുദ്ധം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കുമെന്ന് ആര് പറഞ്ഞു? യേശു കർത്താവ് പറഞ്ഞു. യേശു കർത്താവ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു മർമ്മം കൂടി പറഞ്ഞു. ചില പരസ്യങ്ങൾ സഭയോട് അറിയിക്കാനുള്ളത് അറിയിച്ച് നമ്മൾ വചനത്തിലേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ലാസറിന്റെ കല്ലറയിൽ കല്ലുകൾ, ഭാരങ്ങൾ യേശു കല്ലറയ്ക്കൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, കല്ല് ഉരുട്ടി വെച്ച് കല്ലറയുടെ നട അടച്ചിരിക്കുകയാണ്. ഇനി ഇവൻ പുറത്തു വരരുത്, ഇവൻ പുറത്തു വരരുത് എന്ന് ലോകം ചിന്തിച്ചു വെച്ച കല്ലുകൾ, ഭാരങ്ങൾ കണ്ട യേശു പറഞ്ഞ പദം, ഇതിനെ ഒന്ന് ഉരുട്ടി മാറ്റിക്കേ. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ ഭയനായി പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ ഭയനായി പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. നിർഭയനായിരുന്ന് അത്യുന്നതന്റെ മറവിലിരുന്ന് സർവശക്തന്റെ നിഴലിലിരുന്ന് നിർഭയമായി പാടാൻ തുടങ്ങ്, പ്രാർത്ഥിക്കാൻ തുടങ്ങ്. വചനം നീ മാറോട് ചേർത്ത് പിടി. ഈ വചനത്തിന്റെ വാള് ചില കെട്ട് വെട്ടി പൊട്ടുകയാണ്. ഇപ്പോൾ കാലം ചില അപ്പോസ്തലന്മാർ എഴുന്നേൽക്കട്ടെ, ചില അപ്പോസ്തലന്മാർ എഴുന്നേൽക്കട്ടെ, ചില പൗലോസുമാർ എഴുന്നേൽക്കട്ടെ, ചില പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ, ചില പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ. ഒരു സൈന്യം ഇതിനകത്ത് എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ. ശത്രു അല്ല നിന്റെ ആസ്ഥാനം, നിന്റെ അടിസ്ഥാനം. ദൈവമാണ് നിന്റെ അടിസ്ഥാനം. ദൈവമാണ് നമ്മെ വിളിച്ചത്. വിളിച്ച ദൈവം കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. കല്ലുകൾ ഉരുട്ടി മാറ്റുവാൻ കൽപ്പിച്ചു. ലാസറേ, നീ പുറത്തു വരിക, പുറത്തു വരിക. ദൈവം നിന്റെ കൂട്ടുകാരനെന്നല്ല പറയേണ്ടതോ, ദൈവം നിന്റെ സഹപാഠിയല്ല, നിന്റെ സുഹൃത്തല്ല, ദൈവം നിന്റെ അപ്പനാണ്. ഈ പദമേ പറയാവൂ, ദൈവം എൻ്റെ അപ്പനാണ്. ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ സുഹൃത്താണ്, എൻ്റെ കൂട്ടുകാരനാണ്. നിന്റെ കൂട്ടുകാരനല്ല, നിന്റെ അപ്പനാണ് ദൈവം. നല്ല പദം പറ, നിന്റെ അപ്പനായ ദൈവം. ഹല്ലേലൂയ. ജീവന്റെ ദാതാവാണ് ദൈവം.
ജീവന്റെ ഉറവിടമാണ് ദൈവം. ആ ദൈവത്തെ കുറിച്ച് പറയുന്ന വാക്ക് ഹൈ പവർ ഉള്ളതായിരിക്കണം. അത് അത്രയും ദൈവസ്നേഹമുള്ളതായിരിക്കട്ടെ. അതിനായി ദൈവസന്നിധിയിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ കടന്നു വരാം. സ്തോത്രം, ഹല്ലേലൂയ. ബുധനാഴ്ച മുതൽ 18-ാം തീയതി മുതൽ നമ്മുടെ ചർച്ചിൽ 40 ദിവസ പ്രയർ തുടങ്ങാൻ പോവുകയാണ്. 40 ദിവസ പ്രയർ വരുന്ന ബുധനാഴ്ച മുതൽ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വിശ്വസ്തന്മാർ ഒരുപാട് പരസ്യമൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. ആമേൻ ആമേൻ. സ്തോത്രം ചെയ്യും. നമ്മൾ ഹല്ലേലൂയ അടുത്ത 21 വരുന്നത് കൊണ്ട് ആമേൻ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ദൈവജനത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി, ഹല്ലേലൂയ അന്യായ ബന്ധനങ്ങളെ അഴിച്ച് നുകത്തിൻ്റെ അമിക്കറുകളെ പൊട്ടിച്ച് പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. ഭവനമില്ലാത്ത വ്യക്തികൾക്ക് ദൈവം ഭവനം ഒരുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇതിനകത്ത് വളരെ വയസ്സായി ഭവനമില്ലാതെ ഏത് നിമിഷവും നിലം പരിചാകുന്ന നിലവാരത്തിലൊരു അമ്മാമയുണ്ട്. അവരിന്ന് അവരുടെ മകൻ്റെ വീട്ടിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. ഇന്നലെ ആരാധന കഴിഞ്ഞിട്ട് പ്രൈസലോട് അവിടെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഒരു കൊച്ചു ഭവനം ദൈവം ഒരുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. മെയിൻ ആലയത്തിൻ്റെ പണിക്ക് ഹല്ലേലൂയ നമുക്കറിയാം. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ലക്ഷങ്ങൾ കൊണ്ടുള്ള കളികളൊന്നും കൊണ്ട് ഈ ആലയം പണിത് തീർക്കാൻ പറ്റത്തില്ല. ദൈവം അതിനുള്ള വഴികൾ ഒരുക്കട്ടെ. സ്തോത്രം. ആമേൻ. ഞാൻ പറയപ്പെടുന്നത് പോലെ നന്നായിട്ട് പരസ്യയോഗം നടത്തുവാൻ നമുക്ക് ടീമായി പ്രവർത്തിക്കുവാൻ അതിനുള്ള ഉപകരണങ്ങൾ വേണം, അതിന് വാഹനം വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ നടത്തിക്കൊണ്ടുവരുന്ന ഹല്ലേലൂയ ആമേൻ പഞ്ചായത്ത് തോറും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ 3 ദിവസ കൺവെൻഷൻ ഇങ്ങനെ നടത്താറുണ്ട്. ആമേൻ ആമേൻ. സ്തോത്രം. മഴയുടെ തടസ്സങ്ങളാൽ ചില തടസ്സങ്ങളൊക്കെ വന്നു, സാമ്പത്തികത്തിൻ്റെ തടസ്സങ്ങളാൽ ചില മാസങ്ങൾ നമ്മൾ നടത്തിയില്ല. 5-ാം മാസത്തിൽ നമ്മൾ പെരുങ്കടവിള ഭാഗത്ത്, പെരുങ്കടവിള പഞ്ചായത്ത് ആശുപത്രിയുടെ സമീപത്ത് നമ്മൾ നടത്തുവാനിടയായി. ഹല്ലേലൂയ. ആമേൻ. 1-ാം മാസത്തിൽ മണവാരി ഭാഗത്ത് നടത്തുവാനിടയായി. അങ്ങനെ പല മേഖലകളിൽ നടന്നു വരുന്നു. അതിന് നമുക്ക് സാമ്പത്തികം ആവശ്യമുണ്ട്, ഉപകരണം ആവശ്യമുണ്ട്. നമുക്കതിനെ ടെൻ്റടിക്കുവാനുള്ള പൈപ്പും ഷീറ്റുമൊക്കെ വീണ്ടും മഴയത്തും നന്നായി നടത്തുവാൻ എല്ലാ സൗണ്ട് സിസ്റ്റം വേണം. അതിനായി അനേക ജനഹൃദയങ്ങളോട് ദൈവാത്മാവ് ഇടപെടുവാൻ അനേകർ ആമേൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ കളയുന്ന 1% നന്മകൾ ദൈവവേലയ്ക്ക് തരുവാൻ ഈ മീറ്റിങ്ങിൽ അനുഭവിക്കുന്ന അനേകര ഹൃദയത്തോട് ദൈവാത്മാവ് സംസാരിക്കുവാൻ ഞാൻ താഴ്മപൂർവ്വം അപേക്ഷിക്കുന്നു. വളരെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുക, എല്ലാ മീറ്റിങ്ങുകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതേപോലെ ആമേൻ ഈ ആരാധന നടക്കുമ്പോൾ സ്നാനപ്പെടാൻ ആഗ്രഹമുള്ളവർക്ക് സ്നാനപ്പെടേണ്ട ചാൻസുകളുണ്ട്. ഹല്ലേലൂയ. അനേക രോഗികൾ നടക്കാൻ പോകുന്ന ആരാധനയിൽ സൗഖ്യമാകും. കഴിഞ്ഞ ദിവസത്തിൽ ഹല്ലേലൂയ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന സൗമ്യയുടെ അമ്മ നമ്പർ കൊടുത്ത് ഹല്ലേലൂയ ഒരു ടീച്ചർ ഹല്ലേലൂയ ആമേൻ വളരെ ഭാരത്തോടുകൂടി ഹല്ലേലൂയ കാരക്കോണം ആശുപത്രിയിൽ നിന്നോ എന്നെ വിളിക്കുവാനിടയായി. അവരുടെ മകളുടെ കുഞ്ഞാണെന്ന് തോന്നുന്നു, ആരാണെന്നറിയത്തില്ല. 2 പൊടിക്കുഞ്ഞുങ്ങൾ, ഒരു കുഞ്ഞിന് 3.5 വയസ്സേ ഉള്ളൂ. കുഞ്ഞ് ഭയങ്കര രോഗത്താൽ ആശുപത്രിയിൽ ഹല്ലേലൂയ കുഞ്ഞിൻ്റെ ഓർമ്മ പോലും നഷ്ടപ്പെട്ടെന്ന് അവർ ആശുപത്രിയിൽ നിന്ന് വിളിച്ചു. ഞാൻ ആ ഫോണിൽ കൂടി പ്രാർത്ഥിച്ചു. ഇന്നലെ അവർ വിളിച്ചപ്പോൾ കുഞ്ഞ് ആശുപത്രിക്കകത്ത് ഓടി നടന്ന് കളിക്കുന്നു. ഞാൻ ഫോണിൽ കൂടി ശബ്ദം കേൾക്കുന്നു, കുഞ്ഞിൻ്റെ സന്തോഷവും ആനന്ദമൊക്കെ. അവർ പറഞ്ഞ് വലിയ ഹാപ്പിയായി. മറ്റ് മൂത്ത കുഞ്ഞും സുഖമില്ലാതെ കിടക്കുന്ന ആ കുഞ്ഞിൻ്റെ മേൽ വിടുതൽ. അത് കഴിഞ്ഞപ്പോൾ അടുത്തൊരു സിസ്റ്റർ വിളിക്കുന്നു, ഹല്ലേലൂയ എൻ്റെ 2 കിഡ്നിയും ഹല്ലേലൂയ ആമേൻ പ്രശ്നമാണ്. 10 വർഷമായി കിഡ്നിയുടെ പ്രശ്നത്താൽ ഹല്ലേലൂയ മെഡിക്കൽ കോളേജിൽ ചികിത്സ കഴിഞ്ഞപ്പോൾ കരക്കോണത്ത് അവർ അറ്റൻഡ് ആയിരിക്കണം. ഞാൻ ആളിനെ കണ്ടിട്ടില്ല. ആമേൻ ഇതേപോലെയൊക്കെ നമ്പർ കിട്ടി പലരും വിളിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ ആമേൻ ആമേൻ. ആ വ്യക്തിയുടെ വിടുതലായി. ഇവർക്ക് 3 മക്കളുണ്ട്. ഒരു മക്കൾ പോലും കുടുംബസ്ഥരൊന്നും ആയിട്ടില്ല. വളരെ കഷ്ടതയിൽ കിടക്കുന്ന ആ കുടുംബത്തിൻ്റെ വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒത്തിരി രോഗികൾ ഹല്ലേലൂയ ആമേൻ ഇനി കിഡ്നി അല്ല ഏത് വിഷയമുള്ളവരാണെങ്കിലും ഇതിനകത്തോട്ട് ദൈവം കൊണ്ടുവന്ന അവർ വിടുതൽ തന്നെയാണ്. സ്വത്ര ഞാൻ മകനുമായിട്ട് ഇന്നലെ അല്ലെങ്കിൽ ആ ഭാഗത്ത് ഞങ്ങൾ കട്ടാക്കടയുടെ ഭാഗത്ത് സൗമ്യയുടെ അമ്മയുണ്ടായിരുന്നു, മറ്റ് ആൻറ്റി ഉണ്ടായിരുന്നവരൊക്കെ ഞങ്ങൾ കടന്നു വന്ന് അവർ ഞാൻ ഒത്തിരി ദൂരം കടന്നു വരിക. ഞങ്ങൾ ബൈക്കിലാണ് പോയത്. പ്രൈസലോട് അമ്മയും കടന്നു പോയി ചെന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായി. പ്രൈസലോട് രാത്രിയിൽ അവർ കടന്ന് പറഞ്ഞത് ഒരു പദമുണ്ട്, നല്ല ആത്മീകനാ കേട്ടോ നിങ്ങൾ. ഹല്ലേലൂയ സ്തോത്രം. ആത്മീകത ഒന്നും കണ്ടില്ല, നിങ്ങൾ ഭയങ്കര ആത്മീകനാണ്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ആത്മാവിൽ കയറിയാൽ എൻ്റെ കണ്ണയിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ കണ്ണ് എങ്ങനെയായിരുന്നു അറിയാമോ? തീക്ക് നിറമുണ്ടായിരുന്ന ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ആമേൻ. അഗ്നിജ്വാല പോലെ ഇരുന്നവനാ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പോൽക്കാലം പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ദൈവം നിറയ്ക്കാൻ പോകുന്നു. നിന്റെ കുടുംബത്തിന്റെ ബന്ധനം അഴിക്കാൻ, നിന്റെ കുടുംബത്തിന്റെ രോഗത്തെ അഴിക്കാൻ, നിന്റെ കുടുംബത്തിന്റെ ശാപത്തെ മാറ്റാൻ യേശു മതിയായവനായി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ ആമേൻ ആമേൻ സ്തോത്രം. ആ വാക്കുകൾക്ക് ഹല്ലേലൂയ ഞാൻ വളരെ വളരെ ദൈവത്തിന് നന്ദി കൊടുക്കുകയാണ്. ഹല്ലേലൂയ ആമേൻ. വളരെ ആഴമായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
ലോർഡ്. അങ്ങനെയുള്ള രോഗികളൊക്കെ ദൈവം സൗഖ്യമാക്കണം. അവരാരും അങ്ങനെ രോഗത്തിൽ കിടക്കാൻ പാടില്ല. അവരെ കുടുംബങ്ങളൊക്കെ നന്നായി വിടുവിക്കപ്പെടണം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അവരൊക്കെ ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വായിക്കപ്പെട്ട സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. നമ്മൾ വായിക്കപ്പെട്ട സങ്കീർത്തനം ഒന്ന് വായിക്കാം. 1-ാം സങ്കീർത്തനം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും ഇരിക്കരുതോ. ദുഷ്ടന്മാരുടെ വഴികളിൽ പോകരുതോ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം പോകരുതോ, പാപികളോട് കൂടെ അവിടെ ചെന്ന് സഹപാഠി അടിച്ചിരിക്കരുത്. നല്ല ഒരു ബെന്തക്കോസ് വിശ്വാസി, നല്ല ബെന്തക്കോസ് ഒരു വിശ്വാസി. ഹല്ലേലൂയ. ഇന്ന് നല്ല ബെന്തക്കോസുകാരെന്ന് പറയുന്നത് എന്നാ ബെന്തക്കോസുകാരെന്നറിയാമോ? ഹല്ലേലൂയ. ആമേൻ. മൊത്തം ആമേൻ ആമേൻ കറുത്ത പാൻറ്റും വെള്ള ഷർട്ടും ഇട്ട് മീശയും എടുത്താൽ നല്ല ബെന്തക്കോസുകാർ. ആ നല്ല ബെന്തക്കോസുകാരല്ല യേശു പറഞ്ഞത്. ഉലയിൽ വച്ച് പഴുപ്പിച്ച് പണിത നല്ല ബെന്തക്കോസുകാരുണ്ട്. ഉലയിൽ വെച്ചെന്ന് പറഞ്ഞാൽ നീ പരിശുദ്ധാത്മാവിൽ പഴുത്ത് പണി തുടങ്ങി പുറത്തു വന്നത്, ആത്മാവിൽ പണി ആരംഭിച്ചത്, ആത്മാവിൽ പണിയുന്നത്, ആത്മാവിൽ പണി നടക്കപ്പെട്ടത്. നല്ല ഒരു ഈഹോ ഇരുമ്പിനെ കൊണ്ടുവന്ന് കുല്ലന്റെ കയ്യിൽ കൊടുത്ത അവൻ പഴുപ്പിച്ചതിനെ അടിച്ച് നീ പറയുന്ന നല്ലൊരു കത്തിയാക്കി തരുന്നത് പോലെ, നല്ല മൂർച്ചയുള്ളൊരു കത്തിയാക്കി തരുന്നത് പോലെ നല്ലവണ്ണം നിന്നെ കൊള്ളാമെന്നുള്ളൊരു ആയുധമാക്കി പുറത്തു വന്നാൽ മാത്രമേ നീ നല്ലൊരു ബെന്തക്കോസുകാരനോ ബെന്തക്കോസുകാരിയാകത്തുള്ളൂ. ബാക്കിയെല്ലാം മാറ്റാൻ പ്രശ്നമൊന്നുമില്ല, ബാക്കിയൊക്കെ നമുക്ക് മാറ്റാം. പക്ഷെ ആദ്യം നീ ആകാതെ മാറ്റുന്നത് എന്തിനെന്നറിയാമോ? ഞാൻ ഹല്ലേലൂയ അങ്ങ് സ്വർഗത്തിൽ അടുത്തിരിക്കുന്ന ആളാന്ന് അറിയിക്കാൻ വേണ്ടി മാറ്റുന്നതിനെ കുറിച്ചല്ല. സഭയിൽ വരുമ്പോൾ കാണിക്കുന്ന ഭക്തിയല്ല, പുറത്തു പോകുമ്പോഴും ഭക്തി കാണിക്കണം. അകത്ത് വരുമ്പോൾ ഭക്തിയും പുറത്തു പോകുമ്പോൾ കത്തിയുമാകരുത്. അകത്ത് വരുന്ന ഭക്തി പുറത്തും കാണണം, അത് ലോകത്തിന്റെ അറ്റത്തോളം കാണണം, സകലരുടെ ഇടയിലും കാണുവാൻ വിശ്വസിക്കുന്ന ദൈവമക്കൾ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കാലം ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, അവരുടെ ഇരിപ്പിടത്തിൽ പോകരുത്. ഹല്ലേലൂയ. സ്തോത്രം. കാരണം എന്തെന്നറിയാമോ? ആമേൻ. അവൻ 10 തെറി പറഞ്ഞാ നീ 1 പറയും. ഈ 10 പറയുമ്പോൾ 1 നിന്നെ വിട്ട് പറയിക്കും. ശത്രു അതിനു വേണ്ടി കാത്തിരിക്കുന്നു. അത് പറയാതിരിക്കുവാൻ വിശുദ്ധിയും വേർപാടും കാത്തുകൊള്ളണം. വിശുദ്ധിയും വേർപാടും പാലിക്ക നീ, യേശുവിൻ കൂടെ നടക്ക. വിശുദ്ധിയും വേർപാടും പാലിക്ക നീ, യേശുവിൻ കൂടെ നടക്ക. അശുദ്ധിയെല്ലാം ചാരമായി വിശുദ്ധീകരണപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു കപടഭക്തി അല്ല വേണ്ടത്. അകത്തൊരു ഹോളി സ്പിരിറ്റ് വേണം. അകത്തൊരു ഹോളി സ്പിരിറ്റ് വന്നാൽ, ഞാനോ കുറഞ്ഞ് അങ്ങോ എന്നിൽ വളർന്നാൽ അതൊരു മാനസാന്തരമുണ്ടാകും. അങ്ങനെയുള്ള നീ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിനകത്ത് ഒരു സാത്താൻ ഇരിക്കത്തില്ല, ഒരു സാത്താൻ ഇരിക്കത്തില്ല. ഓ പ്രാവശ്യോ 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 ദുഷ്ടന്റെ ആലോചന പ്രകാരം അടക്കരുത്. പാപികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ദൈവത്തിന്റെ വചന രാപ്പകൽ ധ്യാനിക്കാൻ നിന്റെ അതരം തയ്യാറാകട്ടെ, നിന്റെ മനസ്സ് പറയട്ടെ. എപ്പോഴും പ്രാർത്ഥിര്, എപ്പോഴും സ്തോത്രം പറ, എപ്പോഴും ദൈവത്തെ കുറിച്ച് ധ്യാനിച്ചു കൊണ്ട് നട്, എപ്പോഴും എന്റെ വചനത്തെ ധ്യാനിച്ചു കൊണ്ട് നട്. എങ്കിൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്ക്, ഞാൻ നിന്നോട് കൂടെ ഇരിക്ക്. ലോക അന്ത്യത്തോള് ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഒരാൾ ഒരു നാളും തന്നെ ഞാൻ കൈവിടുകയില്ല. അനാഥയും വിധവയുമായിട്ട് ശത്രുവിന് നിന്നെ കൊടുക്കത്തില്ല. ദൈവം നിന്നെ കരം പിടിച്ചു നടത്തും. Praise the Lord. 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 രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. വായിക്കാം. യഹോവയുടെ ഹല്ലേലൂയ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. എപ്പോഴും രാപ്പകൽ ഹല്ലേലൂയ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. വചനം ധ്യാനിക്കണം, വചനം പഠിക്കണം. വചനം ദൈവമെന്നാണ് പറയുന്നത്. വചനം ദൈവമാണ്. വചനം പഠിക്കണം. ദൈവസ്നേഹം ഉണ്ടാകണം, ദൈവിക വിടുതൽ ഉണ്ടാകണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആ ഷോള് തലയിലിട്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസിയോട് നിന്റെ സ്ഥാപനത്തിൽ നിന്ന് ഹല്ലേലൂയ ആമേൻ ആമേൻ ചില ബന്ധനങ്ങൾ ദൈവം അഴിക്കാൻ പോവുകയാണ്. നിന്റെ ക്ലീനിങ് സെന്ററിനെ കെട്ടിവെച്ച
വാലേലി അതിനകത്തോട്ട് ടെസ്റ്റുകൾ നടത്തുവാൻ ആരും വരാതെ ശത്രു അടച്ച ചില കെട്ടുണ്ടല്ലോ, ദൈവാത്മാവിന്റെ വാൽക്കാലം പൊട്ടിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചോ. ഓ ഹല്ലേലൂയ, ആമേൻ ആമേൻ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വാസത്തോടെ വിശ്വാസത്തോടെ നിന്റെ യാത്ര മുന്നോട്ട്, വിശ്വാസത്തോടെ നിന്റെ യാത്ര മുന്നോട്ട്. ഓ ലക്ഷ്യത്തോടെ മുന്നോട്ട്, യാത്ര മുന്നോട്ട് തന്നെ, പുറകിലേക്കല്ല. പുറകിലുള്ളതിനെ എറിഞ്ഞ് മുമ്പിലുള്ളതിനെ ആഞ്ഞു പിടിച്ച് ലക്ഷ്യം കരസ്ഥമാക്കാൻ ഓടപ്പെടുന്ന ദൈവ പൈതലിനോട് ദൈവത്തിന്റെ സാന്നിധ്യം പ്രാപിക്കുവാൻ നമ്മൾ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ചില ആൾക്കാരെ നമുക്കറിയാം, ആമേൻ, എല്ലാവരെയും സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ ആമേൻ, ഹല്ലേലൂയ, ആമേൻ ആമേൻ, ഈ ഒരേ രീതിയിൽ കാണുന്ന ഒരു അന്തരീക്ഷം. കാരണം ആ ദൈവം തന്നെ ഈ ദൈവം, ഈ ദൈവം തന്നെ ആ ദൈവം, ആ ദൈവവും ഈ ദൈവവും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട്. അവൻ, ഹല്ലേലൂയ, ആമേൻ, യേശു വീണ്ടെടുക്കപ്പെട്ട ദൈവം, മറ്റേ ദൈവം വീണ് കിടക്കുന്ന ദൈവമാണ്. വീണ് കിടക്കുന്നവനും വീണ്ടെടുക്കപ്പെട്ടവനും തമ്മിൽ എങ്ങനെ ചേർത്ത് വയ്ക്കാൻ പറ്റും? അങ്ങനെ ചേർത്ത് വയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിലത് ചെയ്യേണ്ടത് തിരിച്ചറിഞ്ഞിട്ടേ ചെയ്യാവൂ. ചില വഴികളിൽ ഞാനത് പൊളിക്കുന്നില്ല. ചിലത് നമ്മൾ ഈ നാളുകളിൽ, ഈ ഹല്ലേലൂയ, ആമേൻ, ചിങ്ങമാസത്തിലെ ഓണത്തിന്റെ നാളുകൾ അവൻ ആറ്റരുകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അതെന്താ അങ്ങനെ? ഇല വാടാത്ത വൃക്ഷത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? ഒരിക്കലും അതിൽ ഫലം കുറയത്തില്ല, ഒരിക്കലും ഫലം കുറയത്തില്ല. കാരണം അത് പരിശുദ്ധാത്മാവാകുന്ന ഊർജം വലിച്ച് അത് പുഷ്ടിയോടെ നിൽക്കും. അതിലെപ്പോഴും ഫലം കാണും. സീസൺ വർക്കല്ല, സീസൺ അല്ല, എപ്പോഴും ഫലമുണ്ടാകും. അത് ഇല വാടാതിരിക്കും, അത് നല്ല പുഷ്ടിയോടെ ഇങ്ങനെ നിൽക്കും. ഹല്ലേലൂയ, ആമേൻ ആമേൻ. നല്ല ദൈവകൃപയുള്ളവരെ അറിയത്തില്ലേ? അവർ ഹല്ലേലൂയ ഒന്ന് നോക്കുമ്പോൾ തന്നെ പിശാചുക്കൾ, ആമേൻ ആമേൻ, വിട്ടുപോകാനിടയാകും. നമ്മളുടെ എത്രയോ എണ്ണത്തിനെ കാണുകയല്ലേ? ഹല്ലേലൂയ, ഓരോന്ന് കണ്ടില്ലേ? രോഗം, ശാപം, ബന്ധനമൊക്കെ വലിച്ചു വാരി എടുത്തുകൊണ്ട് അഴിഞ്ഞു പോകുന്നത്, ആമേൻ, പിന്നത്തതിലോട്ട് കാണുന്നു പോലും ഇല്ല. ഇന്ന് പോൽക്കാലം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഒന്നാണ് വിട്ടുപോയെങ്കിൽ 7 എണ്ണം കൂടി കയറാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥനയുടെ കവചക്കകത്തിരിക്കണം. വിശ്വാസത്തിന്റെ, ഹല്ലേലൂയ, ആമേൻ ആമേൻ, സ്തോത്രം, പട്ടിക നമ്മളെ വിട്ടു പോകരുത്. വിശ്വാസത്തിന്റെ ആഴം നമ്മെ വിട്ടു പോകരുത്. ഹല്ലേലൂയ, രാപ്പകൽ ദൈവത്തിന്റെ വചനം ധ്യാനിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നീ ഇരുന്ന ദൈവം നിന്നെ ഒരു നാള് കൈവിടുകയില്ലെന്ന് ഇന്ന് പൽക്കാലം വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. വായിക്കാം, താഴ്ത്ത് വായിച്ചാട്ട്. ഞാൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദൈവത്തിന്റെ വചനം രാപ്പകൽ ധ്യാനിച്ചു നടക്കുന്ന ദൈവമക്കൾ ചെയ്യുന്നതൊക്കെയും സാധിക്കും. കാരണം അങ്ങനെ അറിയാമോ? അവർ 2 തോണിയിലോട്ട് കാല് വെക്കുകയില്ല, ഒറ്റ തോണിയിൽ ഒരു 1 വേ ട്രാഫിക് ആയിരിക്കും. ലക്ഷ്യത്തോടെ പോകും. കാരണം അവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ കർത്താവിനോട് കൂടെയാണ് എൻ്റെ യാത്ര. അതുകൊണ്ട് പടക് മുങ്ങോളം വന്നാലും വെള്ളമകത്ത് കയറത്തില്ല. ഈ വിശ്വാസമുള്ള നല്ലൊരു ശിഷ്യനാകാൻ ഇന്ന് പോൽക്കാലം നിങ്ങൾ തയ്യാറാകണം. അവിടെയാണ് നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ശത്രു ഒരു വലയം വളഞ്ഞു കിടന്നോടി, സ്വസ്ഥതയില്ലാതെ ഓടി, പല മേഖലകളിൽ ഓടി, അവന്റെ ഓട്ടമെല്ലാം പ്രയാസമായി പോയി. തിരുവെഴുത്തിനകത്ത് പറയുന്നു, ശത്രുവിന്റെ ഓട്ടം പ്രയാസമായി, അവന്റെ രഥചക്രങ്ങളെ താറുമാറാക്കി. അവന്റെ ഗർവം അടങ്ങിപ്പോയി. ഇന്ന് പൽക്കാലം വിളിച്ചവര് ശത്രുവിന്റെ ഓട്ടം പ്രയാസമാക്കി, അവന്റെ രഥചക്രങ്ങളെ താറുമാറാക്കി. ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ദൈവമക്കളുടെ പക്ഷക്കാരനാണ് എന്റെ ദൈവം. നീ ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലാണോ? ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന ദൈവ പൈതലാണോ? ദൈവകൃപയിൽ ആരാധിക്കുന്ന ദൈവ പൈതലാണോ? യഹോവ നിന്റെ പക്ഷക്കാരനാണ്. അവൻ നിന്റെ അപ്പനാണ്. നല്ലൊരാമയെ പറഞ്ഞു തുടങ്ങ്, നല്ലൊരാമയെ പറഞ്ഞു തുടങ്ങ്. ഹല്ലേലൂയ. ചില ബാലസിംഹത്തെ പെരുമ്പാമ്പിനെ മിതിക്കാൻ ചിലരുടെ മേൽ ദൈവത്തിന് അധികാരം കൈമാറുന്ന കാഴ്ച എന്നോട് ആത്മാവ് ഇടപെടുകയാണ്. ചിലരെ നോക്കിയിട്ട് ആത്മാവ് പ്രവചന ആത്മാവിൽ വിളിച്ചു പറയുന്ന പ്രവചന ആത്മാവിൽ ചില ബാലസിംഹത്തെ പെരുമ്പാമ്പിനെ മിതിക്കാൻ ചവിട്ടാൻ നിന്റെ കാൽക്കൽ മീതെ ചില അധികാരം നിന്റെ ധരിയാണിക്ക് ഒരു ബലം നൽകാൻ പോകുന്നു. വിശ്വസിക്കുന്നവരൊക്കെ ചേർത്തുകൊണ്ട് ദൈവത്തെ ഒരു നിമിഷം സ്തുതിച്ചു തുടങ്ങിക്കോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വായിക്കാം. ദുഷ്ടന്മാർ അങ്ങനെയല്ല,
കാറ്റ് മാറ്റുന്ന പതർ പോലെ. നമുക്കറിയാം പഴയ കാലത്ത് നെല്ലുകളൊക്കെ ഉള്ള വീടുകളിൽ അവർ ഈ നെല്ലിനെ അവിച്ചിട്ട് അത് ഹല്ലേലൂയ ആമേൻ ഇടിച്ച് അല്ലെങ്കിൽ മില്ലിൽ കൊണ്ടുപോയൊക്കെ അതിനെ എടുത്തുകൊണ്ട് വന്നിട്ട് അവർ മുറത്തിലിട്ടിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? ഇങ്ങനെ പാറ്റുന്ന എന്തിനെന്നറിയാമോ? അപ്പോൾ അരി ഫ്രണ്ടിൽ പോകുമോ പതര ഫ്രണ്ടിൽ പോകുമോ? പതര. അരി എന്ത് ചെയ്യുമെന്നറിയാമോ? ബേക്കിലോട്ട് വരും, പതര ഫ്രണ്ടിൽ പോകും. കാരണം പതരയ്ക്ക് പവറില്ല, പതരയ്ക്ക് ശക്തിയില്ല. തിരുവെഴുത്ത് പറയുന്നു ഹല്ലേലൂയ ആമേൻ, കാറ്റ് മാറ്റുന്ന പതർ പോലെ ദുഷ്ടന്റെ പദ്ധതി തകരും, ദുഷ്ടന്റെ ആയുസ് തകരുമ്പോ ദൈവത്തെ സ്നേഹിച്ചിരിക്കുന്ന, ദൈവത്തിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവത്തിന്റെ പ്രിയ മക്കളെ, ദൈവത്തിന്റെ ജനമേ, ആത്മാവിൽ നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളെ ദുഷ്ടന് കൊടുക്കുന്ന ദൈവമല്ല. നിങ്ങൾ കാറ്റത്ത് പറന്നു പോകുന്ന പതര പോലെയല്ല, കാറ്റത്ത് പാറിപ്പോകുന്ന പതര പോലെയല്ല. നിങ്ങളുടെ മേൽ ആത്മീയ ഗ്രൈഡൻസ് ഉണ്ട്, ഒരു ആത്മീയ ഹൈടെക് പവർ ഉണ്ട്, ആത്മാവിന്റെ ശക്തിയുണ്ട്. അതുകൊണ്ട് നിങ്ങളെ പാറമേൽ ഉറപ്പിച്ച ഒരു ദൈവം. യേശുവിന്റെ നാമത്തിൽ എനിക്ക് ഈ ദൈവം മതി എന്ന് നമ്മൾ വിശ്വസിക്കണം. വായിക്കാം. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നുകർന്നു നിൽക്കത്തില്ല. ദുഷ്ടന്മാർക്ക് നുകർന്നിരിക്കാൻ പറ്റത്തില്ല. അവരെ എല്ലാ വേലയും അങ്ങനെ അടികൂടിയാ. സ്തോത്രം. പക്ഷേ അതുക്കും മീതയാ നിന്റെ കാലിനെ ദൈവം ഉറപ്പിച്ചിരിക്കുന്നത്. ശത്രു അടിയിൽ പദ്ധതി വെക്കും, പക്ഷെ നിന്റെ കാൽ അതിന്റെ മീത ഉറപ്പിച്ച് നിന്നെ അതിൽ കൂടി നടത്തുമാറാക്കുന്ന, അതിൽ കൂടി നടത്തുമാറാക്കുന്ന, നാലാം യാമത്തിൽ കടലിൽ കൂടി നടന്നു വന്നവൻ, നടന്നു വന്നവൻ, സമുദ്രത്തിൽ കൂടി നടന്നു വന്നവൻ, യേശുവിന്റെ കര, യേശുവിന്റെ സാന്നിധ്യം ഇന്ന് ചില കുടുംബങ്ങൾക്കകത്ത്, ചില വ്യക്തികൾക്കകത്ത് ഇതാ കണക്ട് ആകുന്നു, ഇതാ കണക്ട് ആകുന്നു. ചിലരൊക്കെ ആത്മാവിൽ പറക്കുന്ന കാഴ്ച ഞാൻ കാണുകയാണ്. ചില വ്യക്തികളൊക്കെ ആത്മാവിൽ പറക്കുന്ന കാഴ്ച. Come out. Right now. വരുവീൻ, ഇത് നല്ല സമയം, വൃഥാവാക്കരുത്. യേശു തന്നെ. ചില പ്രവചനത്തിനകത്തുനിന്ന് ചില വിടുതൽ ഇറങ്ങുന്നുണ്ടാ. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ചില വിടുതലൂടെ വ്യാപരിക്കുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അന്നീയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആമേൻ. വായിക്കാം. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. യഹോവ ആരുടെ വഴിയാ അറിഞ്ഞേ? നീതിമാന്മാരുടെ വഴി. നമുക്കൊരു വാക്യത്തിൽ കൂടി കിടന്ന ഒരു അദ്ദേഹത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യഹോവ നീതിമാന്റെ വഴി അറിയുന്നു, ദുഷ്ടന്റെ വഴിയോ നാശമാകുന്നു. അത് വഴുവഴുപ്പുള്ള വഴിയാണ് അവൻ്റെത്. കാരണം ഏത് നിമിഷവും അവന് വീഴ്ച സംഭവിക്കാം, ഏത് നിമിഷവും അവന് പരാജയം വരാം. പക്ഷെ നീതിമാന്റെ വഴി വഴുവഴുപ്പില്ലാത്ത വഴി, സ്ട്രോങ്, ഉറപ്പുള്ള വഴി. ഹല്ലേലൂയ. ആര് തുറന്നു? യഹോവ തുറന്നു. ആ തുറക്കപ്പെട്ട വഴിയിൽ നടക്കുന്ന ദൈവമക്കൾ ഇന്ന് പൽക്കാലം പ്രത്യാശയുള്ളവരായിരിക്കണം, പ്രത്യാശയുള്ളവരായിരിക്കുക. ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വായിക്കാം. പത്രോസ് പറയുകയാണ്, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. പിന്നത്തതിൽ കർത്താവിന്റെ പടയിലോട്ട് ചെല്ലുകയാണ്. അപ്പോഴാണ് പത്രോസ് പറയുന്നത്, അല്ലേ എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വല ഇറക്കാം. സ്തോത്രം. ദൈവമില്ലാതെ ആരെന്നാ ചെയ്താലും പൂർത്തിയാകത്തില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത് ദൈവമില്ലാത്തവർ ചെയ്തെന്ന്. ആ പൂർത്തിയൊക്കെ ഒരു പൂർത്തിയായിരിക്കും. പക്ഷെ നിന്റെ വീട്ടിനകത്ത് നീ ഒരു റൂമാണ് വെച്ചെങ്കിലും അതിന് പൂർത്തീകരണം ഉണ്ടെങ്കിൽ അതിനകത്തിരിക്കുന്ന ദൈവത്തിന്റെ തേജസ്സായിരിക്കും, അതിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രഥത്താൽ ജയമെടുക്കുന്നു, വചനത്താൽ ജയമെടുക്കുന്നു. ഉടവൽ ഘടകമനഘടകമനഘടകൾക്കനാര്യ. ഇന്ന് പോൽക്കാലം വിശ്വാസത്തോടെ വര, വിശ്വാസത്തോടെ വര, വിശ്വാസത്തോടെ വര. ഞാൻ വിശ്വാസത്തോടെ ചെയ്തത് ദൈവം എന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും, ദൈവം എന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. വായിക്കാം. അവരങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. മറ്റേ പകടല്ല, പടക്. ഹല്ലേലൂയ. മറ്റേ പടകിലുള്ള കൂട്ടാളികൾ കൂടി വന്നാണ് വലയെ കരയ്ക്കോട്ട് കയറ്റിയത്.
യേശു പടകിനകത്ത് കയറുന്നത് വരെ അവന്റെ അധ്വാനത്തിൽ ഒന്നും കിട്ടിയില്ല, ചെറുമീൻ പോലും കിട്ടിയില്ല. പക്ഷെ യേശു വന്നതിന് ശേഷം പടകിനെ മുന്നോട്ട് നീക്കി വലതു ഭാഗത്ത് വലയിറക്കുക, പെരുത്ത കൂട്ടം കയറി. ഹല്ലേലൂയ. ദൈവമക്കൾ വിശ്വാസത്തോടെ വലയിറക്കുക. വായിക്കാം, താട്ട് വായിക്കാം, വേഗം വായിച്ചോ. ആ നിറ ആ ആ ആ ആ സീമോൻ പത്രോസ് അത് കണ്ട് ഹല്ലേലൂയ കർത്താവിന്റെ കാൽക്കൽ വീണു. ആ കർത്താവെ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. ആ ആ ആ ആ ആ ദമ്പതി മക്കളും അവണ്ണം തന്നെ. യേശു സീമോനോട്, ഭയപ്പെടേണ്ട, ഇന്ന് നീ മനുഷ്യനെ പിടിക്കുന്നവനാകും. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം.